കെ ശൈലജയെ ഇറക്കി വടകര ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കാനുള്ള ശ്രമം CPM നടത്തുമ്പോൾ TP ചന്ദ്രശേഖരൻ വധം വീണ്ടും പാർട്ടിയെ വേട്ടയാടുന്നു. വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി CPMന്റെ ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗം KK കൃഷ്ണനെയും കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബുവിനെയും ഗൂഢാലോചന കുറ്റം ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. CPM ഉന്നത നേതൃത്വത്തിന്റെ പങ്കുണ്ട് എന്ന ആരോപണം ഹൈക്കോടതി ഭാഗികമായി ശരിവെച്ചിരിക്കുകയാണെന്ന് RMP നേതാക്കളായ N വേണുവും KK രമയും ആരോപിച്ചു. പ്രതികൾക്ക് CPIM ഒളിത്താവളം നൽകുകയും നിയമസഹായം നൽകി കൂടെ നിൽക്കുകയും ചെയ്തുവെന്നും കേസിൽ CPMന്റെ പങ്കാളിത്തം തർക്കമറ്റതാണ് എന്നും RMP ആരോപിക്കുന്നു. P മോഹനെ വെറുതെ വിട്ടെങ്കിലും കൊലപാതകത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ അദ്ദേഹമാണെന്നും KK രമ ആരോപിച്ചു. അതിനപ്പുറമുള്ള ഗൂഢാലോചനയും അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യവും RMP ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, CPIMനോ ശിക്ഷ? KK രമ MLA, അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി KK രമ MLA, പ്രധാനമായും നോക്കൂ, P മോഹനായിരുന്നല്ലോ നിങ്ങൾ പറയുന്ന മാസ്റ്റർ ബ്രെയിൻ. ആ മാസ്റ്റർ ബ്രെയിനിന് ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ച അലേബി വാദം വിചാരണ കോടതിയെ പോലെ തന്നെ ഹൈക്കോടതി അംഗീകരിക്കുകയും അദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ചമച്ചതിന് ഇപ്പോൾ DYSP, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്തു. ശരിയാണ്, ഇതിനകത്ത് പ്രാദേശിക നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം അരക്കെട്ടുറപ്പിക്കാൻ ഹൈക്കോടതിയിലൂടെ സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ജില്ലാ സംസ്ഥാന നേതൃത്വത്തേക്ക് ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം യഥാർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധി ശരിവെക്കുന്നുണ്ടോ? ഇന്നത്തെ കോടതി വിധി വളരെ വ്യക്തമായിട്ട് CPMന്റെ പങ്ക് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ നേരത്തെ ഉണ്ടായതിന് ഒന്നുകൂടി കൂടുതലായി 2 പ്രതികളെ കൂടി ഇതിനകത്ത് വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ശിക്ഷ 25-ാം തീയതി 26-ാം തീയതി പ്രഖ്യാപിക്കും. അത് കണ്ടെത്തിയത് തന്നെ ഇതിനെ കൂടുതൽ ഗൂഢാലോചനയിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മോഹനനെ വിട്ടയച്ചതുകൊണ്ട് ഈ ഗൂഢാലോചന ഇവിടെ അവസാനിക്കുന്നില്ല. മാസ്റ്റർ ബ്രെയിൻ മോഹനൻ മാത്രമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നികേഷ് പറഞ്ഞതാണ്. ഞങ്ങളാരും മാസ്റ്റർ ബ്രെയിൻ മോഹനിൽ മാത്രം അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിലപ്പുറത്തേക്ക് കൂടെ ഇതിനകത്ത് ബന്ധമുണ്ട്. അത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ ആ വാദം ബലപ്പെടുത്തുന്നതാണ് ഇന്ന് വന്ന കോടതി വിധിയും. കാരണം താങ്കൾ ആലോചിച്ച് നോക്കണം, 2 പ്രധാനപ്പെട്ട ആളുകളാണ് ഇന്ന് പ്രതി ചേർക്ക കൂടുതൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ 2 ആളുകൾ. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KK കൃഷ്ണൻ, രണ്ടാമത് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയയിലെ കുത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന ജ്യോതി ബാബു. ഈ 2 പ്രതികൾ 2 ജില്ലയിലാണ്, നാം ഓർക്കണം. 2 ജില്ലയിലെ 2 നേതാക്കന്മാർ ഇതിനകത്ത് കണ്ണിയായി ഒരു കൃത്യം നടത്താൻ വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കില്ലാതെ വരിക? അതിനെങ്ങനെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ പങ്കില്ലാതെ വരിക? താങ്കൾക്കും അറിയാലോ ഈ പാർട്ടിയുടെ കുറേ സംഘടനാ സംവിധാനങ്ങളൊക്കെ. അതറിയുന്ന ആളുകൾക്ക് കോടതി ഇപ്പോൾ തെളിയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല, കോടതി ഇവിടെ നിൽക്കുന്നില്ല ബഹുമാനപ്പെട്ട നികേഷ്. അതിനപ്പുറത്തേക്കും കോടതിയുണ്ട്, അത് പോകും. അതുകൊണ്ട് സത്യം ജയിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ആ ചന്ദ്രശേഖരൻ എന്ന സത്യം. ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നു, ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു. ആ 2 സത്യങ്ങളും നിലനിൽക്കുമെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ആളുകൾ അതുകൂടി വെളിച്ചത്ത് കൊണ്ടുവരും. അത് വരുക തന്നെ ചെയ്യുമെന്ന കാര്യം ഒരു സംശയമില്ലാത്തതാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ശ്രീമതി KK രമ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നോക്കൂ, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മുൻ അംഗം KK കൃഷ്ണൻ, കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു, നേരത്തെ ശിക്ഷിച്ച പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്ദൻ, ഇനിയുണ്ട്. ഇത്രയധികം പേര് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെടുന്ന മറ്റൊരു പൊളിറ്റിക്കൽ മർഡർ കേസ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇവരൊക്കെ CPMന്റെ പ്രാദേശിക നേതൃത്വമാണ്. പ്രതികൾ വാടക കൊലയാളികൾ മാത്രമാണ്. അവർക്ക് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഡിഫൻസ് വാദമില്ല, ഞങ്ങൾ CPMകാരാണ് എന്ന്. മൂന്നാമത്തേത്,
രണ്ട് ജില്ലകളിലെ രമ ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് ജില്ലകളിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ അതിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകോപനം വേണം സാധാരണഗതിയിൽ സംഘടനാപരമായി CPM-ന്റെ രീതി അനുസരിച്ച്. അപ്പോൾ ഇതിലെങ്ങനെയാണ് CPM-ന്റെ പങ്കാളിത്തമില്ല എന്ന് പറയുക? അതിനപ്പുറത്ത് രമ ചൂണ്ടിക്കാണിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഇതിലെ പ്രതി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് CPM അല്ലേ? ാക്കുക ഏകദേശം 57ഓളം പ്രതികളാണ് ഈ കേസിൽ വിചാരണ നേരിട്ടത്. അതിൽ പ്രധാനമായും 10 പേരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. ഇപ്പോൾ പ്രതികൾ കൊടുത്ത അപ്പീല്, അതുപോലെ തന്നെ വെറുതെ വിട്ട പ്രതികൾക്ക് എതിരായിട്ടുള്ള അപ്പീല്, അതുപോലെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള അപ്പീല്, ശ്രീമതി KK രമ കൊടുത്ത അപ്പീല്, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കെതിരെ ഈ കേസിലെ പ്രതി കൊടുത്ത അപ്പീലടക്കം ഏകദേശം 8ഓളം അപ്പീലുകളാണ് ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദം കേട്ട് വിധി പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും ഇതുവരെ ചരിത്രത്തിൽ, ക്രിമിനൽ കേസുകളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിധിന്യായം എന്നതിനെ സൂചിപ്പിക്കുന്നത് കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടാക്കിയ കള്ള തെളിവുകളെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അത് സെക്ഷൻ 340 CRPC അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ഉണ്ടാക്കിയ കള്ള തെളിവ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കയ്യോടെ പിടികൂടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന ആ പ്രതി മറ്റൊരു സ്ഥലത്ത് 60 കിലോമീറ്റർ ദൂരെ അതേ സമയത്ത് ചെയ്തതായിട്ടുള്ള മറ്റൊരു പ്രവൃത്തിയെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും അതുപോലെ RMBയുടെ തന്നെ ഒരു നേതാവായിട്ടുള്ള പ്രമോദും മറ്റൊരാളും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റിനെ തുടർന്ന് അതുവരെ കണ്ടെത്തി ഒരു അപ്പീൽ വിശദമായി വിചാരണ നടത്തിയ കോടതി തന്നെ വീണ്ടും തെളിവെടുപ്പ് നടത്താൻ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരടക്കം കണ്ടെത്തിയ തെളിവുകൾ വച്ചുകൊണ്ടാണ് ഈ ട്രയൽ കോടതി ആയാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആയാലും ഈ അപ്പീൽ മുന്നോട്ട് പോയത്, വിചാരണ മുന്നോട്ട് പോയത് എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും 1-2 പ്രതികളെ കൂടുതലായി ശിക്ഷിച്ചു, അവർക്കെതിരെ കുറ്റം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വെച്ച് ഇതിൽ CPM ആണ് ഇതിന് പിന്നിൽ, CPM-ലേക്ക് എത്തേണ്ട സാഹചര്യമില്ല. കാണിച്ചതുപോലെ തന്നെ 2 പ്രതികളെ ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 2 പ്രതികൾ ആരാണ്? ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മുൻ അംഗം KK കൃഷ്ണൻ. അത് തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് പ്രസംഗിച്ചയാളാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ. രണ്ടാമത്തേത് കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു. അദ്ദേഹത്തിനും ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും പിന്നെ 7ാം പ്രതിക്കും ഇതിൽ ഗൂഢാലോചനയിൽ കൂടി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശിക്ഷ അക്കാര്യത്തിൽ വിധിക്കാനും ഇരിക്കുകയാണ്. നോക്കൂ, അതല്ല വിഷയം. ഇവിടെ വിഷയം എന്താണ്? ഇത്രയധികം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഒരു ജില്ലയിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി ആണെങ്കിൽ നമുക്ക് ജില്ലാ കമ്മിറ്റി എന്ന് പറയാമായിരുന്നു. നേരത്തെ രമ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ആളാണെങ്കിൽ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇത് 2 ജില്ലകളിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രതിപട്ടികയിൽ പെടുകയോ അല്ലെങ്കിൽ ആരോപണമുള്ളതോ അല്ല, ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിചാരണ കോടതി ശിക്ഷിച്ചിരിക്കുന്നു, ഹൈക്കോടതി ഇപ്പോൾ ആ ശിക്ഷ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോഴാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം CPM ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വാദമാണ് ഇവിടെ ഉയരുന്നത്. എങ്ങനെ ഖണ്ഡിക്കും? അല്ല, ഇതിപ്പോൾ 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ പോലീസ് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതും ട്രയൽ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വളരെ നേരത്തെ തന്നെ ഉള്ളതാണ്. വിചാരണ കോടതി അതിന്റെ തെളിവും ശേഖരണവുമായി മുന്നോട്ട് പോയി ഏകദേശം നിരവധി സാക്ഷികളെ വിസ്തരിച്ചു, നിരവധി ഡോക്യുമെന്റുകൾ മാർക്ക് ചെയ്തു, ഡിഫൻസ് സാക്ഷികളെ വിസ്തരിച്ചു. അതുപോലെ ആ വിചാരണ നടപടികൾ പൂർത്തിയായപ്പോൾ തന്നെ ഇതിലെ ഭൂരിഭാഗം ആളുകളെയും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് മോഹനൻ മാസ്റ്റർ അടക്കമുള്ളവർക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തി വിചാരണ കോടതി വെറുതെ വിട്ടത്? ഇപ്പൊ ഹൈക്കോടതി തന്നെ വിശദമായി മാസങ്ങൾ വാദം കേട്ടല്ലോ ഈ കേസ്. ആ സമയത്ത് പോലും ശ്രീ മോഹനൻ മാസ്റ്റർ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം തെളിവ് ഒന്നുമില്ല, ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉന്നത ഗൂഢാലോചന ഉണ്ടായിരുന്നുവെങ്കിൽ ആ തെളിവുകളിൽ ഏതെങ്കിലും സത്യസന്ധത ഉണ്ട് എങ്കിൽ അത് ഹൈക്കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ ആകെ സംഭവിച്ചത് 2 പ്രതികളെ കൂടി കുറ്റം കണ്ടെത്തുകയാണ് ഹൈക്കോടതി ചെയ്തത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സാക്ഷികളുടെ മൊഴി വിശ്വസിച്ചത് RMBക്കാരായിട്ടുള്ള സാക്ഷികളും അതുപോലെ RSSകാരുമായിട്ടുള്ള സാക്ഷികളാണ്. ഇതിൽ ജ്യോതി ബാബുവിന്റെ, ഇപ്പൊ പ്രതിപട്ടികയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്ന ജ്യോതി ബാബുവിന്റെ സഹോദരനെ RSSകാർ തന്നെ കൊലപ്പെടുത്തിയതാണ്. അവിടെ RSSുമായി നിരന്തരമായിട്ടുള്ള ഫൈറ്റിംഗ് നടത്തുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ തെളിവ് കൊടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളും RSSന്റെ പ്രവർത്തകരാണ്, അതുപോലെ RMBയുടെ പ്രവർത്തകരാണ്. അതുപോലെ പ്രസംഗത്തിന്റെ പേരിൽ ഇപ്പൊ കൃഷ്ണൻ
പിന്നെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോഴും മുഴുവൻ തെളിവ് സാക്ഷി പട്ടികയിൽ ഉൾപ്പെട്ടത് ഒരിക്കലും ഒരു പൊതുവായി അംഗീകാരമുള്ള സാക്ഷികളല്ല, മറിച്ച് മുഴുവൻ ആളുകളും RSSന്റെ പ്രവർത്തകരും കേസിൽ പ്രതിയായിട്ടുള്ളവരും അതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ളവരാണ്. താങ്കൾ അഭിഭാഷകനാണ്, അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി വിശ്വസിച്ച സാക്ഷികളാണ് എന്നിരിക്കെ അത് ശരിയായ സാക്ഷികളാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ്. ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വസ്തുതകളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ പ്രതികൾക്ക് ഒളിത്താവളം നൽകിയതാരാണ്? CPM അല്ലേ? ഈ പ്രതികൾക്ക് നിയമസഹായം നൽകിയതാരാണ്? CPM അല്ലേ? ഈ പ്രതികൾക്ക് അനധികൃതമായ രീതിയിൽ ജയിലിൽ പരോൾ നൽകിയതാരാണ്? CPM അല്ലേ? അങ്ങനെ പരോൾ നൽകിയത് കൊണ്ടല്ലേ ഇവർ പിന്നീടും ജയിലിലേക്ക് നിന്ന് പുറത്തിറങ്ങി ഇവർ കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാകുകയും വീണ്ടും അവർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളത്? ആ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് രമ പറയുകയായിരുന്നു, ഭാസ്കര മാഷ് എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവിടെ കഴിഞ്ഞ 5 മാസമായി എറണാകുളത്ത് ഹൈക്കോടതിയിൽ കഴിഞ്ഞ 5 മാസമായി കേന്ദ്രീകരിച്ച് നിന്ന് ഈ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. CPM ഇതിന് പങ്കാളിത്തമില്ലെങ്കിൽ CPM എന്തിനാണ് കേസ് നടത്തുന്നത്? അഡ്വക്കേറ്റ് അരുൺകുമാർ. ഇല്ല, CPM ആണ് കേസ് നടത്തുന്നതെന്നൊക്കെ ആരോപണത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദത്തിന് ശേഷം ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളാണുള്ളത്. ഞാൻ പറഞ്ഞത് ആ തെളിവുകളുടെ ശേഖരണവും ആ തെളിവുകളുടെ ഒരു സാധ്യതയും കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആ തെളിവ് ശേഖരിക്കാൻ വേണ്ടി അന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ച അതിന് നേതൃത്വം കൊടുത്ത ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തിരിക്കുന്നു. ആ ഗുരുതരമായിട്ടുള്ള കുറ്റത്തെക്കുറിച്ച് ഈ ട്രയൽ നടന്ന വിചാരണ കോടതി തന്നെ വിചാരണ നടത്തണം. അതായത് കൊലപാതകം കുറ്റം വരെ കിട്ടാൻ, തൂക്കിക്കൊല്ലാൻ സാധ്യതയുള്ള ഒരു കേസ് അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള കള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ലേ? ഇപ്പോ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ 4 ചോദ്യം ചോദിച്ചു അരുൺ. 4 ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരമാണ് അരുൺ പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉത്തരമാണ്. ഒരു ഉത്തരം പറഞ്ഞു, ആ ഉത്തരം പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിനും 3ാമത്തെ ചോദ്യത്തിനും 4ാമത്തെ ചോദ്യത്തിനും അത് തന്നെയാണ്. ശരി, ഞാൻ വരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി നമ്മോടൊപ്പം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുകയാണ് ഈ കാര്യത്തിലൊരു വളരെ സുപ്രധാനമായ അന്വേഷണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ താങ്കൾ ഏറെ പഴികേട്ടതുമാണ്. പ്രത്യേകിച്ച് CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ഈ കേസ് എത്തുന്ന ഘട്ടത്തിൽ CPMുമായി ഒത്തുകളിച്ച് താങ്കൾ ആ പ്രതികളെ അല്ലെങ്കിൽ അവരെ പ്രതിപട്ടികയിൽ എത്തുന്നത് തടഞ്ഞു എന്ന്. ഇപ്പോൾ P. മോഹനിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഈ പറഞ്ഞ ടോട്ടലായിട്ട് ഞാൻ നിഷേധിക്കുന്നു. അത് ദുരുപദിഷ്ടമാണ്. അത് ഈ കേസിന്റെ വെയിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന്റെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ആയുധമാണ്. ഈ കേസിന്റെ ഒരു 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 റൂട്ട് മാപ്പ് ആർക്കറിയാം? ഇതിന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നാണോ? ദൃക്സാക്ഷികളുള്ളതാണോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കേസ് കേരളത്തിന്റെ ജൂറിസ്പ്രൂഡൻസിന്റെ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് ശിക്ഷിച്ചതുണ്ടോ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന ഈ സംഭവം നടന്ന വാഹനത്തിന്റെ നിറം പോലും ആർക്കും പുറത്തറിയില്ലായിരുന്നു. ഞങ്ങൾ അന്വേഷണം നടത്തി, കൃത്യ ആളുകളെ കണ്ടെത്തി. ചൊക്ലിയിൽ ഒരു മടയുടെ അടിയിൽ വെച്ച് ഉണ്ടായിരുന്ന ഈ വാഹനം അവിടെ നിന്ന് കണ്ടെടുത്തു. ആ വാഹനത്തിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽ എവിഡൻസ് ആണ് പിന്നീട് ഈ 11-12 പേരിലേക്ക് വളർന്നത് എന്നുള്ളത് ഇതിന്റെ ചരിത്രം അറിയാവുന്ന ഏതൊരു കുട്ടിക്ക് പോലും അറിയാം. പിന്നെ ആളുകൾക്ക് അവരുടെ മോഹമുണ്ട്. കാരണം അവരുടെ ശത്രുവിനെ കൂടി എങ്ങനെയെങ്കിലും ഈ കേസിനകത്ത് പ്രതിയാക്കണം. അത് ഒത്തില്ലെന്നൊരിക്കൽ കേസിന്റെ അന്വേഷണം നടത്തിയെന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്തൊക്കെ നമ്മളുടെ ഈ ഇത്രയും വർഷമായല്ലോ, ഈ വർഷങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ഒരിക്കൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി ഒരു പ്രതിയുടെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കേസെങ്കിലും കേരളത്തിൽ ഒരു കേസെങ്കിലും നമ്പർ 2 കണ്ണൂർ ജില്ലയിൽ ഒരു വർഷക്കാലത്തേക്ക് പിന്നീട് രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ളത് ആ ഇൻവെസ്റ്റിഗേഷന്റെ നിഷ്പക്ഷതയാണ് സമൂഹം വിലയിരുത്തിയത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനകത്ത് ഇവിടെ പ്രേരണ കുറ്റത്തിന് വിധിക്കപ്പെട്ട ആളുകൾ അവർക്കെതിരെ കേസെടുത്ത് അവരും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഏതെങ്കിലും ഒരു കൊലക്കേസിനകത്ത് പ്രേരണ കുറ്റത്തിന് ആളുകളെ ശിക്ഷിച്ച കേസ് ഉണ്ടായിട്ടുണ്ടോ?
അത്ര സൂക്ഷ്മതയോടുകൂടി കൃത്യമായി ഈ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം നടന്നത്. ഇനി നാലാമത്തെ കാര്യം ട്രയൽ കോടതി 12 പേരെയാണ് ശിക്ഷിച്ചത്. ട്രയൽ കോടതി ശിക്ഷിച്ച 12 പേരുടെ കാര്യത്തിലും എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയേണ്ടതില്ല. ട്രയൽ കോടതിയിൽ ഞങ്ങൾ വേറെ ഏകപക്ഷീയമായി പെരുമാറി എങ്കിൽ മോഹൻ മാസ്റ്റർ എങ്ങനെയാണ് പുറത്തു പോയത്? അന്ന് മോഹൻ മാസ്റ്റർ പുറത്തു പോയപ്പോൾ അന്നും പറഞ്ഞു കുത്തുകളിയാണെന്ന്. ഈ അപ്പീൽ കോടതിയും മോഹൻ മാസ്റ്റർക്ക് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയല്ലോ. അപ്പൊ ഞങ്ങൾ അന്ന് കണ്ടെത്തിയ ആ കണ്ടെത്തൽ തന്നെയാണ് ട്രയൽ കോടതിയിലും അപ്പീൽ കോടതിയിലും വീണ്ടും അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ അഭിനന്ദിക്കുകയൊന്നും വേണ്ട, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നോക്കൂ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളതെന്ന് വെച്ചാൽ പിണറായി വിജയനാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്നും RMPയുടെ കെ രമയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുള്ളത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തെളിവ് തന്നാൽ മതി. കെ രമയെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? തെളിവ് കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ തെളിവ് കൊടുക്കണ്ട എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെത്ര പ്രാവശ്യം മൊഴി കൊടുത്തിട്ടുണ്ട്? കോടതിക്കകത്ത് കൊടുത്തിട്ടുണ്ട്, പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ അതിന് സപ്പോർട്ടീവായിട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റിയില്ല? കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതെ ഒരു പ്രതിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? നമുക്കിഷ്ടമില്ല എന്നുള്ളത് കാരണം കൊണ്ട് മാത്രം അങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അതാണ് ആ നീതിബോധത്തോടു കൂടി നമ്മൾ നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയത് കൊണ്ടാണ് ഞങ്ങളുടെ കണ്ടെത്തൽ 100% കറക്റ്റാണ് എന്ന്. ആദ്യത്തെ കുറ്റപത്രത്തിൽ തന്നെ ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ അന്വേഷണം നിലയ്ക്കുകയാണ്. അത് പിണറായി വിജയനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അല്ല, ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് നികേഷിനത് അറിയാം. ആദ്യത്തെ ഗൂഢാലോചന നടന്ന ചോമ്പോല പോലീസ് സ്റ്റേഷനിലാണ്. ആ പോലീസ് സ്റ്റേഷനിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്. നികേഷ് ഇപ്പോൾ അറിയുന്നില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നികേഷിന് അറിയാൻ സാധ്യതയുണ്ടല്ലോ. അവിടെയാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തി. എന്ത് നടത്തി? ആ കേസ് അവിടെ പോയി. അതിനുശേഷം അത് CBIക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആവശ്യം വന്നല്ലോ. എന്തേ അത് വിടാതിരുന്നത്? അതൊന്നും ചെയ്തില്ല. അതേസമയം നിഷ്പക്ഷമായി അന്വേഷണം നടത്തി ശിക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനാലിറ്റി വന്ന ഒരു കേസ് അത് പിന്നീട് കുറ്റാരോപണം നടത്തി അതിന്റെ സക്സസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ലോ ആൻഡ് ഓർഡറിൽ പ്രതികളെ സഹായിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അറിയാമായിരുന്നു ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന നേതൃത്വമോ പങ്കാളിയല്ല എന്ന്? കാരണം ഇതിനകത്ത് ആ നിലയിലുള്ള ഒരു വാദം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കണ്ണൂർ, കോഴിക്കോട് 2 DC-കൾ, 2 ജില്ലാ കമ്മിറ്റികൾ, അതിൽപ്പെട്ട ഏരിയ കമ്മിറ്റികളിലെ പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട കേസാണ് എന്നുള്ളതാണ്. CPMന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് 2 ജില്ലകളിലെ AC-കൾ തമ്മിൽ ഒരു യോജിപ്പ് വേണമെങ്കിൽ അതിനൊരു CPM നേതൃത്വത്തിൻ്റെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോർഡിനേഷൻ വേണമെന്നാണ് സംഘടനാ സംവിധാനം അറിയാവുന്ന RMPക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞ സംഘടനാ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കേസിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? കൊലക്കേസിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് സംഘടനയ്ക്കകത്തെ കാര്യം. മെറ്റീരിയൽ എവിഡൻസ് എന്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്ന് വീട്ടിൽ അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഇനി പറയുന്ന ആളുകളെല്ലാം ഒന്ന് കോടതിയിൽ എത്തിയിരുന്നല്ലോ. അവർ പല പ്രാവശ്യം അവിടെ മൊഴി കൊടുത്തിരുന്നല്ലോ. ആ മൊഴിക്കകത്ത് സപ്പോർട്ടീവായിട്ട് ഇനി എവിഡൻസ് ഉണ്ട് എന്ന് പറയാൻ ഇവർക്ക് എന്താ കഴിയാതെ പോയത്? ആരെങ്കിലും ഇവരുടെ കൈ വിലങ്ങിയിരുന്നോ? ആരെങ്കിലും അവരെ നിശബ്ദരാക്കിയിരുന്നോ? സ്വതന്ത്രമായ കോടതി, അതായത് പിഷാരടി സാറിന്റെ കോർട്ട് എന്ന് പറയുന്നത് നിഷ്പക്ഷമാണ്. ആ കോടതിയാണ് ട്രയൽ കോടതി. ആ ട്രയൽ കോടതിയിൽ ഇവർ ഒളിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഇത് പറയുന്നത് എന്ത് കഥയാണ്? അത് ഞാൻ ഇരകളുടെ അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ പാർട്ടിക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണെങ്കിൽ ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ഇന്നുണ്ടായിട്ടുള്ള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തുടർ നടപടി എന്ന് പറയുന്നത് P. മോഹനെതിരെ വ്യാജരേഖയുണ്ടാക്കി തെറ്റായി പ്രതി ചേർത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്നത്തെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ജോസി ചെറിയാൻ വിചാരണ നേരിടണം എന്നുള്ളതാണ്. P. മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി വ്യാജ മഹസർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് KC രാമചന്ദ്രനെ കൊണ്ടുവന്ന് ആ പൂക്കടയിലെ സ്ഥലം ചൂണ്ടിക്കാണിച്ച് KC രാമചന്ദ്രൻ ഇവിടെ വെച്ചാണ് താൻ ഗൂഢാലോചന നടത്തിയത് എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് ആ മഹസർ. ഇപ്പോൾ DYSP ജോസി ചെറിയാൻ, RMP നേതാവ് പ്രമോദ്, അതുപോലെ തന്നെ സാക്ഷി വാസുദേവൻ എന്നിവർക്കെതിരെ ഇപ്പോൾ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ P. മോഹനിലേക്ക് എത്തിയത് പോലും
ഒരു കള്ളക്കഥയായിരുന്നോ, കെട്ടുകഥയായിരുന്നോ? അപ്പൊ ബാക്കിയുള്ളതെല്ലാം സത്യമായിരുന്നല്ലോ. ഒരേ വിധിക്കകത്ത് ഒരു വ്യക്തിക്ക് മാത്രം കെട്ടുകഥയും ബാക്കി ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന 12 പേരുടെയും കള്ളക്കഥയാകാൻ പറ്റുമോ? ഈ ഒരു കാര്യത്തിനകത്ത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം കെട്ടുകഥയാണെന്ന് പറയേണ്ടി വരികയില്ലേ? അങ്ങനെയാണോ? അല്ലെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ കെട്ടുകഥ എന്ന് പറയുന്നത് തടിതപ്പാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ ശ്രമമാണ്. അല്ല, ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടു എന്ന കാര്യത്തിനകത്തോ അതിനകത്ത് CPM ലോക്കൽ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചോ ഇനി ആരും സംശയിക്കില്ലല്ലോ സാർ. കാരണം ഹൈക്കോടതി വിധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി ഒരു അന്വേഷണ അതും DYSP റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കി മഹസർ തയ്യാറാക്കിയെന്നും അദ്ദേഹം അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്ന് പറയുമ്പോൾ താങ്കളുടെ ഭരണകാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. എന്റെ ഭരണകാലത്ത് തന്നെയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കേസ് അന്വേഷണമായിരുന്നു അത് എന്ന് സംഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. വിൻസെന്റ് പോൾ എന്ന് പറയുന്ന വ്യക്തിയെ കേട്ടിട്ടില്ലേ? ഇൻവെസ്റ്റിഗേഷനിലെ കേരളത്തിലെ മാസ്റ്ററാണ്. കുരുവിള നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അന്വേഷണ ഇൻവെസ്റ്റിഗേഷനിലെ മാസ്റ്ററാണ്. ഇങ്ങനെയുള്ള 11 പേരുടെ ടീമാണ്. അതിൽ ജോസി ചെറിയാൻ മാത്രമൊന്നുമല്ല. 11 പേരുടെ ടീമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ടീമിനെ നിയോഗിച്ചത് ഞാനുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു ടീം വർക്കിന്റെ വിജയമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തിനാ ജോസി ചെറിയാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ജോസി ചെറിയാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങേക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതിനകത്ത് വ്യാജരേഖ ഉണ്ടാക്കിയതിനുള്ള ശിക്ഷയല്ല, ഏത് കുറ്റത്തിനാണോ വ്യാജരേഖ ഉണ്ടാക്കിയത് ആ കുറ്റത്തിനുള്ള ശിക്ഷയാണ് ജോസി ചെറിയാൻ എന്ന DYSPക്ക് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല, കേരളം അഴീക്കോടൻ രാഘവൻ മുതൽ TP ചന്ദ്രശേഖരൻ വരെ വളരെ പ്രമുഖരായിട്ടുള്ള പൊളിറ്റിക്കൽ അസാസിനേഷൻസ് കണ്ടതാണ്. നോക്കൂ, TP ചന്ദ്രശേഖരൻ ചർച്ച ചെയ്ത പോലെ നമ്മൾ മറ്റേത് പൊളിറ്റിക്കൽ അസാസിനേഷനാണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഞാൻ ചർച്ച ചെയ്തിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ കൊലപാതകവും. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയത്തിൽ വ്യാജ തെളിവുണ്ടാക്കി വ്യാജ മഹസറുണ്ടാക്കി എന്നൊക്കെ ഇപ്പോൾ ഹൈക്കോടതിക്ക് വിധി എഴുതേണ്ടി വരിക എന്ന് പറയുന്നത് താങ്കളുടെ ഭരണകാലഘട്ടത്തിലെ പോലീസിൻ്റെ വീഴ്ചയാണത്. ഒരു കാരണവശാലും അവർക്ക് വീഴ്ച എന്ന് പറയാൻ പറ്റുകയില്ല. അവർക്ക് ഏറ്റവും നല്ല അവാർഡ് കൊടുക്കേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സാണ് അവരെ. ഞാൻ ചോദിക്കട്ടെ, കൊടി സുനിയെ പിടിക്കുന്നതിന് വേണ്ടി അവർ മുഴക്കോടി മലയിൽ പോയത് നികേഷിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തല്ലേ? അവരൊരു മഴക്കാലത്ത് കഴുത്തിൽ കയറുമൊക്കെ ഇവിടെ തോളിൽ ചുറ്റി മഴുവെടുത്ത് തോള വെച്ച്, എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ നിലയിൽ വലിയ രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ഇവിടെ ജോസിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, ജോസി കുറ്റം ചെയ്തതായി പ്രാഥമികമായി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഹൈക്കോടതിയുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ മഹസർ തെറ്റായിരുന്നു. മാത്രമല്ല സാർ, അന്ന് പി മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് പി മോഹനൻ ഗൂഢാലോചന നടത്തി KC രാമേന്ദ്രനുമായി എന്ന രീതിയിലുള്ള ഒരു വാദം കൊണ്ടുവന്ന് അത് കുറ്റപത്രത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു വാദം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അലേബി സ്ഥാപിക്കാനായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പി മോഹൻ, മാത്രമല്ല ഇന്നിപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ പറയുകയാണ് ഒരു കൊള്ളത്തലവനെ പിടികൂടുന്നത് പോലെയാണ് അന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി മോഹനെ പിടിച്ചത് എന്ന്. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗിയെ വേട്ടയാടുന്ന രീതി യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കേസിനകത്ത് അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അത് ഗോവിന്ദ മാഷക്ക് അതിനെക്കുറിച്ച് കാര്യമായി അറിയില്ലാത്തതുകൊണ്ട്, അല്ലെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതൊന്നും അല്ലല്ലോ സംഭവം. ആ കേസന്വേഷണത്തിൽ നിന്ന് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ ആർക്കാണ് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് കണ്ണൂരിൽ അതിനുശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷക്കാലത്തേക്ക് ഇല്ലാതെ പോയത്? ഈ അന്വേഷണം നിഷ്പക്ഷമായി പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നയാളിനെ ഒറ്റപ്പെടുത്തി അടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, മോഹനൻ മാഷെ വിസ്തരിക്കേണ്ടിയിരുന്ന ആരാണ്? അന്നിപ്പോൾ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായിരുന്ന CK ശ്രീധരനാണ്. അന്ന് എന്തുകൊണ്ടാണ് CK ശ്രീധരൻ ഹാജരാകാത്തത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഒരു കേസിനകത്ത് ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചാൽ നമ്മൾ ആ കാര്യം ചോദിക്കുന്നത് ശരിയല്ല. അന്ന് CK ശ്രീധരൻ ഹാജരായില്ലല്ലോ. ഞാൻ പിന്നീട് തിരക്കിയപ്പോൾ CK ശ്രീധരൻ അന്ന് നമ്മളുടെ വേറെ ആളാണ്, പകരം ആളാണ് അന്ന് മോഹനൻ മാഷെ ക്വസ്റ്റ്യൻ ചെയ്തത്. CK ശ്രീധരൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടി കിട്ടാൻ പറ്റിയില്ലെന്നാണ്. അങ്ങനെ ഒരു ഫ്ലിൻസി ആയിട്ടൊരു ആർഗ്യുമെന്റ് പറയാൻ പറ്റുന്നതാണോ?
അതൊക്കെ ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. CK ശ്രീധരൻ ചില കാലങ്ങളിൽ മോഹനം മാസ്റ്ററുടെ ചില കേസുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആ കാലത്ത് സംസാരവും ഉണ്ടായിരുന്നു. ശ്രീധരൻ തന്നെ എന്നോട് CK agree ശ്രീധരൻ ചെയ്തിട്ടുള്ളതാണ്. ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണ് വിചാരണ കോടതിയിലെ പി മോഹനൻ രക്ഷപ്പെട്ടതെന്നാണോ? എന്നല്ലല്ലോ ഞാൻ പറയുന്നതിന്റെ എക്സ്ട്രീം വയലന്റ് അഭിപ്രായമാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. അന്ന് CK ശ്രീധരൻ ഒരുപക്ഷെ കാഷ്വലായിട്ട് ആബ്സെന്റ് ആയതായിരിക്കാം, പക്ഷെ ഹാജരായിരുന്നില്ല. അല്ല, പിന്നീട് CK ശ്രീധരൻ CPM-ൽ ചേർന്നല്ലോ. CK ശ്രീധരന്റെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തല്ലോ. അപ്പോൾ CK ശ്രീധരൻ ഗൂഢാലോചന നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ കേസിൽ ഉഴപ്പിയത് കൊണ്ടോ ആണ് പി മോഹനന്റെ കേസ് സ്ട്രോങ് ആക്കാൻ കഴിയാതെ പോയതെന്നാണ്. എന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അന്ന് കുമാരൻകുട്ടിയാണ് ഈ മോഹന മാസ്റ്റർ വിസ്തരിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു കേസ് ഒരാളിനെ ഏൽപ്പിച്ചു ഇന്നലെ കേസിൽ പ്രൈം അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതല്ലേ, ചോദ്യം ചോദിക്കണ്ടേ? അത് പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം കാലം കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ പഴയ ഒരു കാര്യം കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു കഥയില്ല. സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് എന്നുള്ളത് ഇതുവരെ അറിയാത്ത ആളുകൾ നികേഷിലൂടെ ഒന്ന് അറിഞ്ഞു എന്ന് ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഇടവേള വേണം, പക്ഷേ KK രമ ഇതിന് മാത്രം മറുപടി. യഥാർത്ഥത്തിൽ പി മോഹനൻ വിചാരണ കോടതിയിൽ രക്ഷപ്പെട്ടതിന്റെ കാരണം CK ശ്രീധരൻ കൂടിയാണോ? അന്ന് കുമാരൻകുട്ടിയാണ് വിസ്തരിച്ചതെന്നാണ് പറയുന്നത്. അല്ല, എനിക്കങ്ങനെ അറിയില്ല. അന്ന് ആ കേസ് വിചാരണ നടക്കുന്ന സമയത്ത് അന്നത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന CK ശ്രീധരൻ കോടതിയിൽ ഹാജരായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കുമാരൻകുട്ടി വക്കീലാണ് ഞങ്ങളുടെ കേസ് ഈ തരത്തിൽ ഇപ്പോൾ വാദിച്ച് ശക്തമായ പ്രോസിക്യൂഷനായിട്ട് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഞാനതാ പറഞ്ഞത്, കേസ് അവസാനിച്ചിട്ടില്ല നികേഷ്. മോഹനൻ്റെ പങ്കാളിത്തം തെളിയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ കൈവശമുണ്ട്. അത് ഇനിയും അപ്പീൽ മേൽക്കോടതിയിലേക്ക് പോകും. അത് തെളിയിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. പല അപാകതകളും വിചാരണ കോടതിയിൽ വരുന്നതാണല്ലോ അപ്പീൽ കോടതിയിൽ വന്ന് വാദിച്ച് പുതിയ വിധി ഉണ്ടാകുന്നത്. അവിടുന്ന് പരാജയപ്പെടുന്നത് അതിൻ്റെ മുകളിലുള്ള കോടതിയിൽ പോകാമല്ലോ. അത് പോയിട്ടാണല്ലോ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനിച്ചതല്ല, ഇതിന് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. CPM നേതൃത്വത്തിന്റെ പങ്ക് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളിക്കളയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രമയ്ക്ക് തെളിവുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മുന്നണി പോലെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് സ്വാഭാവികമായും അങ്ങനെ പറയാനാകൂ. ഇവിടെ എന്നിട്ടും KK രമ പറയുന്നു CPM ആണ് പ്രതി, CPM ആണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന്. എന്തുകൊണ്ട്? അല്ല, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാറ് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എൻ്റെ ബോധ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം വളരെ കൃത്യമാണ്. അത് പൂർണ്ണമായിട്ടും CPM നേതൃത്വത്തിൻ്റെ പങ്ക്, അത് ഞങ്ങളുടെ ബോധ്യം വെറുതെ ബോധ്യപ്പെടുന്നതല്ല. ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ ഇതിന് മതിയായ, ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി തന്നെ ഏറ്റവും മതിയായ കാരണമാണ്. കാരണം 2 ജില്ലകളിലെ ഏരിയ നേതൃത്വങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് CPM നേതൃത്വത്തിൻ്റെ അനുവാദമുണ്ട്, സമ്മതമുണ്ട്, അവരുടെ തീരുമാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തതാണ്. അത് കോടതിയിൽ തെളിയിക്കുക എന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോയത്. ആ കേസ് ഹൈക്കോടതിയിലാണുള്ളത്. ഇപ്പോൾ അതിന് പല പ്രാവശ്യം അതെടുത്തും സംസ്ഥാന സർക്കാർ മതിയായ കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അതവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. വിചാരണ കോടതി, ആ കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഗൂഢാലോചന പറയുന്നുണ്ടല്ലോ. ഗൂഢാലോചനയുണ്ട് ഈ കേസിൽ. ഇതൊരു ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ്. വളരെ വ്യക്തമായിട്ട് വിചാരണ കോടതിയിൽ അത് വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ഗൂഢാലോചനയുണ്ട് എന്ന്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായി, 12 വർഷമായല്ലോ, വിധി വന്നിട്ട് 10 വർഷം കഴിഞ്ഞു, എന്തേ ഈ സർക്കാരിനെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല? അത് കൊണ്ടുപോയില്ലല്ലോ ഇതുവരെ. ആരാണ് ചെയ്യേണ്ടിയിരുന്നത്? അത് ചെയ്യാൻ ഈ CPM തയ്യാറാവില്ല. കാരണം അവരുടെ ഭരണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആളുകളാണല്ലോ വെളിച്ചത്ത് കൊണ്ടുവരിക. അതുകൊണ്ട് ആ പോരാട്ടം ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. അതിൽ ഒരു സംശയമില്ലാത്തതാണ്. അത് പൂർണ്ണമായിട്ടും വസ്തുതകൾ വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. എനിക്ക് DYFI നേതാവ് അരുൺകുമാർ, ഇവിടെ സഖാവ് അരുൺകുമാർ ചില വാദങ്ങൾ, അദ്ദേഹം ഒരു അഡ്വക്കറ്റാണ്, അദ്ദേഹം ഇവിടെ പറഞ്ഞത് കേസിലെ സാക്ഷികൾ RSSകാരാണ്,
ആറമ്പിക്കാരാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വന്നത്. അദ്ദേഹം ഒരു അഡ്വക്കറ്റായിട്ട് ഈ തരത്തിൽ പറയുമോ എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. കാരണം ഒരു സാക്ഷികളുടെ കൊടിയുടെ നിറവും മണവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണോ സാക്ഷികളെ കോടതി വിശ്വാസത്തിലെടുക്കുക? അങ്ങനെയാണോ കോടതി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ? എനിക്കറിയില്ല. അദ്ദേഹം ഒരു വക്കീലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജഡ്ജിക്കും രാഷ്ട്രീയമുണ്ട് എന്ന് പറയല്ലോ. വിധിച്ച ജഡ്ജിമാരും ഒരുപക്ഷെ ആറമ്പിക്കാരാണെന്നോ RSSകാരാണെന്നൊക്കെ ഇവർ പറയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബാലിശമായ നിരർത്ഥകമായ കുറേ വാദങ്ങളാണ് ഇവർ ഇപ്പോൾ വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. 52 സാക്ഷികൾ ഒരു കേസാണ്. 2 ജില്ലാ നേതൃത്വങ്ങളിലുള്ളവരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്നു. അതിനപ്പുറം CPM ഒളിത്താവളം നൽകി, അവർക്ക് നിയമസഹായം നൽകി. രമ തന്നെയാണ് പറഞ്ഞത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാസ്കരൻ മാഷ് 5 മാസമായി കേസിൻ്റെ നേരിട്ടുള്ള നടത്തിപ്പ് പരോളിനെ കുറിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ നിലയിൽ ഈ കേസിൽ എങ്ങനെയെങ്കിലും ശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി, കൂടുതൽ പേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി CPM എന്ത് ചെയ്തു എന്നാണ് രമ വിശദീകരിക്കുന്നത്. അല്ല, കൂടുതൽ പേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി പാർട്ടി എല്ലാ സംവിധാനങ്ങളും ആവതിനകത്ത് പാർട്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. കാരണം അതാണ് പിന്നെ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചല്ലേ, താങ്കളിപ്പോൾ പറഞ്ഞ CPMന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് പ്രത്യേക ചുമതല കൊടുത്ത് കോടതിയിൽ നിർത്തുക. ഈ കേസിൽ ഹാജരായ വക്കീലന്മാർ, ഇവിടെ ഈ 7 കൊടും ക്രിമിനലുകളുണ്ടല്ലോ, ഈ ക്രിമിനലുടെ വക്കീൽമാർ ആരാണ് ഇവരുടെ കേസ് നടത്തിയത്? ആരാണ് ഈ വക്കീലന്മാർക്ക് ഫീസ് കൊടുത്തത്? എല്ലാം വക്കീലും ഈ ഒരു അഡ്വക്കേറ്റ് രാമൻപിള്ളയും അവരുടെ കൂടെയുള്ള അഡ്വക്കേറ്റ് വിശ്വനും ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നല്ലോ കോടതിയിൽ. ഞാൻ പല ദിവസങ്ങളിലും കോടതിയിൽ വാദം കേൾക്കാൻ പോയിരുന്നു. ആ സമയത്തൊക്കെ ഈ പ്രതികൾക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തുന്നത് ഈ അഡ്വക്കേറ്റ്മാരാണല്ലോ. ഇവരുടെ ചെലവാരാണ് നടത്തുന്നത്? എന്തിനാണ് ഇത്തരം ദിവസങ്ങളിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ വന്നിരിക്കുന്നത്? അതുമാത്രമോ, കീഴ്ക്കോടതിയിൽ, നമുക്ക് വിചാരണ കോടതിയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടെയും ഇദ്ദേഹത്തിനായിരുന്നു ചാർജ്. എല്ലാ ദിവസവും കോടതിയിൽ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള വെള്ളം വാങ്ങി വരുവും പ്രതികൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഇവരാണ്. ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. ഈ ശിക്ഷ ഇവർക്കൊരു 2ാം വീടായിരുന്നല്ലോ ജയില്. സുഖവാസത്തിനുള്ളൊരു വീട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തില്ലേ? എത്ര ദിവസമാണ് പരോള് കൊടുത്തത്? 2022 വരെ 250 ദിവസം കുഞ്ഞനന്ദനും അതുപോലെ തന്നെ രാമചന്ദ്രനും ഉൾപ്പെടെ പരോള് കൊടുത്തിട്ടുണ്ട്. അവർ മിക്ക ദിവസങ്ങളിലും ജയിലിന് പുറത്തായിരുന്നു. എങ്ങനെയാ സാധിക്കുന്നത്? ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ലേ, CPMന്റെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അഭ്യാസങ്ങളിലൊന്നാണ്. എന്നിട്ടും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. അതാണ് വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികൾ ചില്ലറക്കാരല്ല, പ്രധാനപ്പെട്ട ആളുകളാണ്. ഏരിയ കമ്മിറ്റിമാർ, CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ അത്ര മോശക്കാരാണോ? എനിക്കറിയില്ല. അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു മോഹനനിൽ മാത്രം ഇപ്പോൾ നിൽക്കുന്നു, അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാരൊക്കെ മോശക്കാരായ ആളുകളായിരിക്കും? ഏരിയ കമ്മിറ്റി അവരൊന്നും പാർട്ടിക്കാരല്ലേ? കുഞ്ഞനന്ദൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രധാന ആള്, പിണറായി വിജയന്റെ വലങ്കൈയായിരുന്ന കുഞ്ഞനന്ദൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ശിക്ഷ പോലും ശരിവെച്ചു കോടതി. എന്താ പറയുന്നത്? ആ ശിക്ഷയും ശരിവെച്ചില്ലേ? അപ്പോൾ ഇതെങ്ങനെയാ ഇല്ലായതെന്ന് പറയുന്നത്? ഇതാണ് പറയുന്നത്. ഇത് പക്ഷേ CPM ഒരു കാലത്തും അംഗീകരിക്കില്ല. അതിന് ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പറയുകയാണ് 32 പ്രതികളെയാണ് വിചാരണ നടത്തിയത്. അതിൽ 12 പേരെയാണ് ശിക്ഷിച്ചത്. അതിൽ ഒരു ആൾ മരിച്ച് ബാക്കി 11 പേർ, ഒരാൾക്ക് 3 കൊല്ലം ശിക്ഷ, 10 രമ പറയുന്നത് പോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് CPMൽ എന്ന് കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് P. മോഹനിലേക്ക് തിരിച്ചു വന്നാൽ, P. മോഹനൻ ആ സമയത്ത് പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് കണ്ടു എന്നാണല്ലോ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മഹസർ തയ്യാറാക്കിയത്. വലിയ വിഷയമായി വരാൻ പോവുകയാണ്. അതവിടെ നിൽക്കട്ടെ, അത് നിയമപരമായിട്ടുള്ള നടപടികൾ. പക്ഷെ അവിടെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയത് ആരാണ് രമ? എന്തുകൊണ്ടാണ് ആ സമയത്ത് P. മോഹനൻ ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന KC രാമേന്ദ്രനുമായി നടത്തി എന്ന് പറയുന്നത് ഒരാൾ കേട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ട് തയ്യാറാക്കേണ്ടി വന്നത്? എങ്ങനെയാണ് നിങ്ങൾ അത് വിശദീകരിക്കുക? അത് പിന്നീട് വാസ്തവമല്ല എന്ന് തെളിഞ്ഞല്ലോ. അതേസമയം തന്നെ ദീപശിഖ പ്രയാണവുമായി P. മോഹനൻ പോവുകയായിരുന്നല്ലോ. അദ്ദേഹം ദീപശിഖ കൈമാറുമ്പോഴുള്ള വാച്ചിലെ സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണത് നിങ്ങൾ ന്യായീകരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണത് സംഭവിച്ചതെന്നാണ് രമ വിശദീകരിക്കുന്നത്?
അല്ല നികേഷ്, അത് അത് ന്യായീകരിക്കുകയല്ല. ഞാനതിനെ ന്യായീകരിക്കാനോ അല്ല ഇതാവാനോ ഒന്നും ഞാൻ തയ്യാറല്ല. എൻ്റെ മുന്നിലുള്ളത് സത്യങ്ങളാണ് നികേഷ്. ഞാൻ വിശ്വസിക്കുന്ന സത്യങ്ങളെ അറിയുന്ന കാര്യങ്ങൾ അത് സത്യമാണ്. ഈ പ്രതികൾ ഈ ഗൂഢാലോചന നടത്തി അത് ചിലപ്പോൾ വലിയൊരു കേസ് വരുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൊണ്ട് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില അപാകതകൾ ഉണ്ടാകും. ഇല്ല, ഏത് കേസിലും ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ അപാകതകൾ വന്നതുകൊണ്ട് അത് ആ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. എൻ്റെ ബോധ്യം അല്ലെങ്കിൽ ഞാനിപ്പോഴും അതൊരു സത്യമാണ്. മോഹനൻ ഉൾപ്പെടെ ഈ ഗൂഢാലോചന നടത്തി, CPM-ന്റെ ഉന്നതമായ ആളുകൾ ഗൂഢാലോചന നടത്തിയാണ്. കാരണം അവരുടെ തീരുമാനമായിരുന്നു. ആ ഇലക്ഷനിൽ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച സതീദേവി ആ പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടുന്നു. ആ പാർലമെന്റ് ഇലക്ഷനിൽ P. മോഹൻ അവിടെ ആക്രമിക്കപ്പെടുന്നു. ഇതിന്റെ പിന്നിലെല്ലാം ചന്ദ്രശേഖരനാണ് എന്നത് തന്നെയാണ് P. മോഹൻ ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്. അതാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. കാലാകാലമായി CPM-ന് കൈമോശം വരാത്ത ഒരു പാർലമെന്റ് മണ്ഡലം കൈവിട്ടപ്പോൾ അത് ഈ പാർട്ടി RMPI എന്ന ഒരു പാർട്ടി രൂപീകരിച്ചത് അത് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് കൂടി കൊണ്ട് തന്നെയാണ് അവർ ആ കൃത്യത്തിലേക്ക് നടത്തിയത്. അത് ചിലപ്പോൾ ചില അപാകതകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സത്യമല്ലാതാകുന്നില്ല. പക്ഷേ ഞാനതാ പറഞ്ഞത്, കീഴ്ക്കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ വന്ന ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ടാണ് അപ്പീൽ കോടതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുക. അവിടെയും അപാകത വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് കോടതിയുണ്ട് നികേഷ്. അവിടെ തെളിയിക്കപ്പെടാൻ സാധിക്കും. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇത് സത്യമാണ് എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം കുഞ്ഞനന്ദൻ മോഹനനെ വിളിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി ആലോചിച്ചാണോ നടത്തട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആ ഫോൺ ഒരുപക്ഷെ ആ ഫോൺ ഹാജരാക്കാൻ ഫോൺ നശിപ്പിക്കപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞ 52 സാക്ഷികൾ കൂറുമാറി. പ്രധാനപ്പെട്ട സാക്ഷികൾ, ഈ പൂക്കടയിൽ ഉൾപ്പെടെയുള്ള ആലോചനകളെ തെളിയിക്കേണ്ട സാക്ഷികൾ കൂറുമാറി. എങ്ങനെ കൂറുമാറിയത്? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷി പറഞ്ഞ ആളുകൾ കൂറുമാറിയ കേസാണിത്. നിസ്സാരമായിരുന്നില്ല. ആരുടെ ഈ CPM-ന്റെ ഈ സ്വാധീനത്തിൽ വന്ന് ഭയത്തിൽ ആ ഒരു സാക്ഷി പറഞ്ഞാൽ അവർക്ക് പിന്നീട് അവിടെ പോയി ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എങ്ങനെയാണ്, എത്ര സഖാക്കളെ വെട്ടി നുറുക്കി, എത്ര സഖാക്കൾക്ക് നേരെ വധശ്രമം നടത്തി, എന്തൊക്കെ നടത്തി ഈ പാർട്ടി. അങ്ങനെ നടത്തിയ ഒരു പാർട്ടി എങ്ങനെയാണ് അത് താക്കീതായിരുന്നല്ലോ, വിമതന്മാർക്കുള്ള താക്കീതായിരുന്നല്ലോ ചന്ദ്രശേഖരന്റെ കൊലപാതകം. നാളെ ഇനി ആരും വരേണ്ടതില്ല, ഈ അനുഭവമാണ് വരാൻ പോകുന്നത് എന്നായിരുന്നല്ലോ. അപ്പോൾ ഒരു സാക്ഷി പറയുന്ന ഒരു സാധാരണക്കാരൻ വന്നാൽ എന്തായിരിക്കും അനുഭവം നികേഷേ? അവർക്ക് പറയാൻ സാധിക്കുമോ? 52 സാക്ഷികൾ, ഞാനതാ പറയുന്നത്, പ്രധാനപ്പെട്ട സാക്ഷികൾ കൂറുമാറി. അതൊക്കെ ഈ കേസിനെ ബാധിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയ സാക്ഷികൾ കൂറുമാറ്റിച്ചു. വലിയ സ്വാധീനത്തിൽ. എന്തിനു പറയുന്നു? പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉൾപ്പെടെ അപ്പുറത്ത് എത്തിച്ചില്ലേ ഒരു കേസിലെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളുകൾ CPM-ന്റെ പക്ഷത്തേക്ക് ചേർന്ന ഒരു കേസല്ലേ ഇത്? ആ കേസിനെ ഇത്രയ്ക്കോടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര പ്രതികളെ ശിക്ഷിക്കാൻ ചെറിയ കാര്യമല്ലല്ലോ നികേഷേ. ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾക്ക് പണമില്ല, പക്ഷേ സത്യമെന്നൊരു കാര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ആ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് സാധിച്ചു. കോടതി സാധാരണ മനുഷ്യപക്ഷത്ത് നിന്നു. കോടതി ഈ തെളിവുകൾ കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചു. ഒരു മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്തത് എന്തിന്റെ പേരിൽ? ഇപ്പോഴും പറയണം, എന്തിനാണ് ചന്ദ്രശേഖരനെ കൊന്നത്? ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല, ഒരു പെറ്റി കേസിൽ പോലും ഇല്ലാത്ത ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിൽ, രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ, ഒരു രാഷ്ട്രീയ നിലപാടിൽ ഉയർച്ചു നിന്നതിന്റെ പേരിൽ അല്ലേ അദ്ദേഹത്തെ ക്രൂരമായി കൊല ചെയ്തത്? തെങ്ങിൻ പൂക്കുല പോലെ തെറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതേപോലെയല്ലേ കൊല ചെയ്തത്? അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഒന്നും പറ്റിയിരുന്നില്ല. മുഖം കാണാൻ പറ്റിയിരുന്നോ? തലച്ചോറ് ചതറിച്ചിട്ടില്ലേ? ആ മുഖം ഒരു നോക്ക് കാണാൻ എനിക്ക് സാധിച്ചിരുന്നോ? അങ്ങനെ ചെയ്തില്ലേ ഈ പാർട്ടി? എന്നിട്ട് ന്യായീകരിക്കുന്നു ഇപ്പോൾ വീണ്ടും. നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ തുറന്നു പറയണം, ഞങ്ങൾ ചന്ദ്രശേഖരനെ കൊന്നിരുന്നു, തെറ്റായിപ്പോയി, അത് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ കൊല്ലാൻ പാടില്ല, ഞങ്ങളത് ഉപേക്ഷിച്ചു. നിങ്ങൾ പറയുകയാണ് വേണ്ടത്. ഇനിയും ന്യായീകരിച്ച് ഈ പാർട്ടി അവസാനിക്കുന്നു എന്ന് പറയുന്നു. പാർട്ടി ആരും ഇല്ലാതാക്കിയല്ല, പാർട്ടി താനെ നശിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അധികാരം നിലനിർത്താൻ വേണ്ടി. അഡ്വക്കേറ്റ് AK ജയശങ്കർ നമ്പ്യാർ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. The question that loomed large, however, was who would commit such a barbaric act and why എന്നാണ്. നമുക്കിവിടെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് KK രമ പറഞ്ഞു. പിന്നീട് 2014, 2019
യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനുള്ള ഈ രാഷ്ട്രീയ കൊലപാതകം പിൽക്കാലത്ത് CPM-ന് ആ ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേര് ചില്ലറയല്ല എന്നുള്ളതാണ്. രമ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ മാപ്പപേക്ഷ നടത്തേണ്ട സമയമായിട്ടുണ്ടോ? ഇവിടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സംഭവം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താ? ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. അന്നത്തെ പ്രോസിക്യൂട്ടർ ഇതിലെ പ്രതിയായ ശ്രീ P. മോഹനൻ മാസ്റ്ററെ വിസ്തരിച്ചപ്പോൾ അന്ന് ഹാജരായില്ല എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു പ്രതിയെ ഒരു ക്രിമിനൽ കേസിൽ പ്രോസിക്യൂട്ടർ വിസ്തരിക്കുമോ? നികേഷ് കുറെ ക്രിമിനൽ കേസ് കണ്ടതാണല്ലോ, ശ്രീമതി KK രമയും കുറെ ക്രിമിനൽ കേസ് കണ്ടതല്ലേ. പ്രതിയെ ഒരു ഘട്ടത്തിൽ പോലും പ്രോസിക്യൂട്ടർ വിസ്തരിക്കില്ല ഒരു ക്രിമിനൽ കേസിൽ. സാക്ഷികളെയല്ലേ വിസ്തരിക്കുന്നത്. പ്രതിയെ വിസ്തരിക്കുന്നത് ആകെ 313 സ്റ്റേറ്റ്മെന്റിന്റെ സമയത്ത് ജില്ലാ ജഡ്ജിയാണ്, മജിസ്ട്രേറ്റ് ആണ് വിസ്തരിക്കുക. സെഷൻസ് കേസ് ആകുമ്പോൾ ആ കേസിന്റെ ട്രയൽ നടത്തുന്ന ജഡ്ജിയാണ് വിസ്തരിക്കുക. ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രോസിക്യൂട്ടർ പ്രതിയോട് ഒരു ചോദ്യം പോലും ചോദിക്കേണ്ടതില്ല. വിസ്തരിക്കുന്ന ഘട്ടമോ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ഇല്ല. അങ്ങനെ വരുമ്പോ ഈ കേസിന്റെ പ്രോസിക്യൂട്ടർ തന്നെ പ്രതിയെ വിസ്തരിക്കാൻ അല്ലെങ്കിൽ മോഹൻ മാസ്റ്റർ വിസ്തരിക്കുന്ന ദിവസം ഹാജരായില്ല എന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇത് ആളുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോ KK ശ്രീമതി രമ പറയുമ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടയാളാണ്, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ല, ഞാൻ പറയട്ടെ, എല്ലാവരും കേട്ടതല്ലേ, എല്ലാവരും കേട്ടതാണ്. അപ്പോ ശ്രീമതി KK രമയുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അങ്ങ് സാക്ഷിയായിരുന്നല്ലോ ഈ കേസിൽ. അതുപോലെ ആ സാക്ഷിയായിരുന്നപ്പോൾ വിചാരണ കോടതിയിൽ ഹാജരാക്കാമായിരുന്നു. അങ്ങ് തന്നെ കൊടുത്ത ഒരു അപ്പീൽ ഉണ്ടായിരുന്നല്ലോ കേരള ഹൈക്കോടതിയിൽ. ആ അപ്പീൽ തുടർച്ചയായി 4 മാസം വാദം കേട്ടല്ലോ. അങ്ങ് പറഞ്ഞല്ലോ തുടർച്ചയായി കോടതിയിൽ വന്നിരുന്നു എന്നും ആ അപ്പീലിന്റെ പ്രൊസീഡിംഗിൽ ഇടപെട്ടിരുന്നു എന്നും. എന്തുകൊണ്ടാണ് താങ്കളുടെ കൈവശമുള്ള തെളിവുകൾ ഈ അപ്പീൽ ഘട്ടത്തിൽ ഹാജരാക്കാത്തത്? പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ടല്ലോ, അന്നേരം ഞാൻ അപ്പീൽ തെളിവുകൾ ഹാജരാക്കാം അപ്പീലിൽ എന്നാണ് അങ്ങ് പറയുന്നത്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, ഇവിടെ CPM-ന്റെ നേതാക്കന്മാരെ ഇതിന്റെ ട്രയൽ സ്റ്റേജിൽ, അതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണ സ്റ്റേജിൽ അന്നത്തെ ഭരണകൂടം തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി സാക്ഷികൾ കൂറുമാറിയല്ലോ എന്ന് അങ്ങ് സൂചിപ്പിച്ചു. ഞാനത് ചോദിച്ചോട്ടെ, ഒരു മജിസ്ട്രേറ്റ് കൂറുമാറാത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തയ്യാറായത്? ആ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഈ സമയത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രതി എന്റെ മുന്നിലായിരുന്നു. 4:30 മുതൽ 6 മണി വരെ എന്റെ ചേംബറിലായിരുന്നു. അത് 60 കിലോമീറ്റർ ദൂരെയാണ് എന്നും 6:10 ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കസ്റ്റഡിയിൽ കൊടുത്തതെന്നും ഒരു മജിസ്ട്രേറ്റ് വന്ന് ഈ കോടതിയിൽ മൊഴി കൊടുത്തല്ലോ. ആ മജിസ്ട്രേറ്റിന്റെ മൊഴി വിശ്വസിച്ചുകൊണ്ടല്ലേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഉണ്ടാക്കിയത് കള്ളത്തെളിവാണെന്ന് ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെട്ടത്. ഏതെങ്കിലും ക്രിമിനൽ കേസിന്റെ ചരിത്രത്തിൽ അപ്പീൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക വിധിന്യായം വെച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കെതിരെ പ്രത്യേക ട്രയൽ നടത്തണമെന്ന് പറഞ്ഞ ചരിത്രം ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു ക്രിമിനൽ ട്രയലിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് കേസിന്റെ വഴിക്ക് പോയിക്കോട്ടെ. അപ്പീൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരും അപ്പീൽ പോയിക്കോട്ടെ, ഇതിൽ വിക്ടിമിന്റെ പാർട്ടി അപ്പീൽ പോയിക്കോട്ടെ, ശിക്ഷ എൻഹാൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഗൾ കോടതിയിൽ പോയിക്കോട്ടെ. പക്ഷേ CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ വലിയ സംസ്ഥാന ഗൂഢാലോചന, സംസ്ഥാന നേതാക്കന്മാർ എന്ന രൂപത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഗൂഢാലോചനയിൽ ഒരു കഴമ്പുമില്ല. ഏതെങ്കിലും തരത്തിൽ അന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണ മധ്യേ അന്നത്തെ ഭരണകൂടം തെറ്റായ രൂപത്തിൽ അത് തെളിവ് ശേഖരിച്ചതാണ്. അതാണ് വിചാരണ കോടതിയുടെ ഭാഗമായി ശ്രീ മോഹനൻ മാസ്റ്റർക്കെതിരെ പൊളിഞ്ഞു പോയത്. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിശദമായി വിശദാംശങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഇനിയും എടുക്കാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓർക്കാട്ടേരിയും കുന്നമംഗലവും തമ്മിൽ 60 കിലോമീറ്റർ ഉണ്ട്. കുന്നമംഗലത്തെ മജിസ്ട്രേറ്റ് പറയുന്നു എൻ്റെ മുന്നിലാണ് KC രാമചന്ദ്രൻ ഉള്ളത് എന്ന്. പിന്നെ എങ്ങനെയാണ് ഓർക്കാട്ടേരിയിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് KC രാമചന്ദ്രന് വേണ്ടി ഒരു രേഖ ഉണ്ടാക്കാൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന് സാധിക്കുക? ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ മർഡർ എന്നുള്ള നിലയിൽ സാക്ഷികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, വടകരയിൽ, എനിക്കറിയാമത്. പക്ഷേ മറുഭാഗത്ത് ഒരു കേസ് ഉണ്ടാക്കാൻ, ഒരു പ്ലോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴുള്ള നാൾവഴികൾ സൂചിപ്പിക്കുന്നത്. ശ്രീമതി KK രമ, അല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല നികേഷ്. കേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത്. അതിലേതെങ്കിലും തരത്തിൽ പോരായ്മകളെന്ന് തീർച്ചയായിട്ടും അത് കോടതിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ മറ്റ് ക്രിമിനൽ പ്രൊസീജിയർ നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്കതിനെ പറയാനുള്ളത്. അതൊരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ക്രിമിനൽ പ്രവർത്തനം അതിനകത്ത് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോട്ടെ, അത് പരിശോധിക്കട്ടെ, കോടതി പരിശോധിക്കട്ടെ. മറ്റൊന്ന്, പിന്നെ അദ്ദേഹം ഇവിടെ ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ നോക്കിയത്, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ പറഞ്ഞത്
മോഹനനെ വിസ്തരിക്കുന്ന സമയത്ത്, മോഹൻ അതിൻ്റെ സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. അത് അദ്ദേഹം കേട്ടതിൽ തെറ്റായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാക്ഷിയെ വിസ്തരിക്കുന്ന സമയത്ത് തന്നെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അതറിയാത്തത് കൊണ്ടല്ല. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു അപ്പീൽ കോടതിയിൽ പുതിയ തെളിവുകൾ കൊടുക്കട്ടെ. എനിക്കറിയില്ല, അദ്ദേഹവും ഒരു അഡ്വക്കേറ്റ് അല്ലേ. അപ്പീൽ കോടതിയിൽ വിചാരണ കോടതിയിലുള്ള അവർ പറഞ്ഞ വിധിയെ അടിസ്ഥാനമാക്കി അവിടെ കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ പരിശോധിക്കുന്നത്. പുതിയ തെളിവുകൾ അവരുടെക്കകത്ത് കൊടുക്കാൻ സാധ്യമായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വാദം കേൾക്കാനാണ് പോയത്, പുതിയ തെളിവുകൾ കൊടുക്കാനല്ല. പുതിയ തെളിവുകൾ കൊടുക്കാൻ അതിനകത്ത് യാതൊരു അവസരങ്ങളും ഇല്ല എന്നുള്ളത്. അപ്പൊ തീർച്ചയായും അല്ല ഇതിനകത്ത് തെളിയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. നിലവിലുള്ള കാര്യങ്ങൾ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞു. വിചാരണ കോടതിയിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളാണ് അപ്പീൽ കോടതി പരിശോധിച്ച് അത് കണ്ടെത്തുക. അപ്പീൽ കോടതിയിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഹൈക്കോടതിയിൽ വിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള കോടതിയിൽ ഇത് പരിശോധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പരിശോധിച്ച് ആ സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കേസിനകത്ത് തന്നെയുണ്ട് തെളിയിക്കപ്പെട്ട. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതിൻ്റെ അന്വേഷണം നടക്കുന്ന കാലഘട്ടത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി. നന്ദി സഹകരിച്ചതിന്. മീറ്റ് ദ